ഡിയർ ഓൾ, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനെ കുറിച്ചാണ് ഈ സെഗ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻറ്റിജേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന റിസൾട്ടുകളുടെ വാലിഡിറ്റി ചെക്ക് ചെയ്യാനും അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാനും ഉപയോഗിക്കാവുന്ന ഒരു പ്രൂഫ് ടെക്നിക്കാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. See the statement of the principle of mathematical induction. This is the weak version of the principle. Let P of n, where n is an integer, is a statement satisfying the following conditions. Condition number 1, P of n naught is true for some integer n naught. Condition 2, if P of k is true for an arbitrary integer k greater than or equal to n naught, then P of k plus 1 is also true. Then the conclusion is P of n is true for every integer n greater than or equal to n naught. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? പി ഓഫ് എൻ എന്ന് പറയുന്നത് ഇൻറ്റിജേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു പ്രപ്പോസിഷനാണ്. ആ പ്രപ്പോസിഷൻ്റെ ട്രൂ ആണോ ഫോൾസ് ആണോ, എപ്പോഴാണ് അത് ട്രൂ ആവുന്നത്, ഏതെല്ലാം ഇൻറ്റിജേഴ്സിനാണ് ട്രൂ ആവുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പറയുന്നത്. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ പറയപ്പെടുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും കണ്ടീഷൻ ഈ പി ഓഫ് എൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രപ്പോസിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ the proposition will be true for every integer greater than or equal to n naught. എന്താണ് ആദ്യത്തെ കണ്ടീഷൻ? P of n naught is true for some integer n naught. What's the meaning of P of n naught? P of n എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ എന്നിന് പകരം n naught സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണോ അതാണ് P of n naught എന്ന് പറയുന്നത്. n naught നമ്മൾ 1 എന്നെടുക്കുകയാണെങ്കിൽ ഇവിടെ n naught എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഇൻറ്റിജറാണ്. ഏത് ഇൻറ്റിജർ വേണമെങ്കിലും ആകാം. അത് 1 ആകാം, 0 ആകാം, -2 ആകാം, അല്ലെങ്കിൽ 10 ആകാം, 100 ആകാം. എനി ഇൻറ്റിജർ യു ക്യാൻ ഫിക്സ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻറ്റിജറിന് n naught എന്ന് പറയുന്ന ഇൻറ്റിജറിന് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റിലെ n naught വെച്ച് റീപ്ലേസ് ചെയ്താൽ കിട്ടുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ, സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സ്പ്രസ്ഡ് വാല്യൂ, ദാറ്റ് ഈസ് ട്രൂ. അതാണ് ഈ ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്താണ്? n naught ശേഷമുള്ള ഒരു ആർബിട്രറി ഇൻറ്റിജർ k അതിന് ട്രൂ ആണെങ്കിൽ k പ്ലസ് 1 ട്രൂ ആണ്. പി ഓഫ് എൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ക്വാളിറ്റി, വെനെവർ ഇറ്റ് ഈസ് ട്രൂ ഫോർ ആൻ ഇൻറ്റിജർ k ഇറ്റ് ഈസ് ട്രൂ ഫോർ k പ്ലസ് 1. ഓക്കെ, n naught ശേഷമുള്ള ഒരു ഇൻറ്റിജറിന് ട്രൂ ആണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ഇൻറ്റിജറിനും ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ the conclusion is the statement is true for every integer greater than or equal to n naught. n naught മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഇൻറ്റിജേഴ്സിനും ട്രൂ ആണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ രണ്ട് സ്റ്റെപ്പുകളുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ രണ്ട് സ്റ്റെപ്പ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഒരു ബേസ് സ്റ്റെപ്പ്, അഥവാ ഒരു നമ്പറിന് അത് ട്രൂ ആണ് എന്ന് നമ്മൾ വെരിഫൈ ചെയ്യണം. n naught എന്ന് പറയുന്ന നമ്പറിന് ട്രൂ ആണ്. രണ്ടാമത്തേത് അതിൻ്റെ ബ്രിഡ്ജ് സ്റ്റെപ്പാണ്, അല്ലെങ്കിൽ ഇതാണ് ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് സ്റ്റെപ്പ് ഓർ ഇൻഡക്ഷൻ സ്റ്റെപ്പ് രണ്ടാമത്തെയാണ്. അത് ബാക്കിയുള്ള ഇൻറ്റിജേഴ്സിനെ, n naught ശേഷമുള്ള ബാക്കിയുള്ള ഇൻറ്റിജേഴ്സിനെ കണക്ട് ചെയ്യുന്ന, ബ്രിഡ്ജ് ചെയ്യുന്ന കണ്ടീഷനാണ്. അഥവാ n naught ശേഷമുള്ള ഒരു ഇൻറ്റിജറിന് ട്രൂ ആണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ഇൻറ്റിജറിനും ട്രൂ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, പി ഓഫ് എൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് n naught ശേഷമുള്ള ഒരു ഇൻറ്റിജറിന് ട്രൂ ആണെങ്കിൽ തൊട്ടടുത്ത ഇൻറ്റിജറിനും ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് പി ഓഫ് എൻ എങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് n naught മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഇൻറ്റിജേഴ്സിനും ട്രൂ ആയിരിക്കും എന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ വീക്ക് വേർഷൻ പറയുന്നത്. ഇനി ഒരു സ്ട്രോങ് വേർഷനും കൂടെ നമ്മൾ പറയുന്നുണ്ട്. അത് എന്താണ് സ്ട്രോങ് വേർഷനും വീക്ക് വേർഷനിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് അപ്പോൾ പറയാം. സ്ട്രോങ് വേർഷൻ നമ്മൾ പ്രൂവ് ചെയ്യുന്നതും വീക്ക് വേർഷനിൽ നിന്ന് തന്നെയാണ്. അത് രണ്ടും ഈക്വലൻ്റ് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഈ വീക്ക് വേർഷൻ ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, പ്രൂഫ് നോക്കൂ. നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? വി ആർ ഗിവൺ ദാറ്റ് പി ഓഫ് എൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻസ്. കണ്ടീഷൻ 1, പി ഓഫ് എൻ നോട്ട് ഈസ് ട്രൂ. Condition 2, for every k greater than or equal to n naught. What is this k? For every integer. Okay, for every integer k greater than or equal to n naught. If p of k is true, then p of k plus 1 is also true. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് p of n is true. P of n is true for every integer greater than or equal to n naught. For every integer n greater than or equal to n naught. n naught മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഇൻറ്റിജറിനും p of n ട്രൂ ആണ് ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ. ഓക്കെ, നമുക്ക് ഇത് വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് ഇത് പ്രൂവ് ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു സെറ്റ് കൺസിഡർ ചെയ്യുന്നു.
So consider the set S equal to set of all integers which are bigger than or equal to n naught. n naught മുതലുള്ള integers ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. എങ്ങനെയുള്ള integers ആണ്? For which p of n is true. Okay. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എൻ ട്രൂ ആവുന്ന ഇൻറ്റിജേഴ്സാണ് എസിനകത്തുള്ളത്. ആ ഇൻറ്റിജേഴ്സ് എൻ നോട്ടിനേക്കാളും എൻ നോട്ട് മുതൽ തുടങ്ങി പി ഓഫ് എൻ ട്രൂ ആവുന്ന ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണോ അതൊക്കെ നമ്മുടെ ഈ എസിനകത്തുണ്ടാവും. ക്ലിയർലി ഇത് ആരുടെ സബ്സെറ്റാണ്? ദെൻ എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് the set the well ordered set. Okay, the well ordered set of all integers for which n greater than or equal to n naught. ഓക്കെ, ഇതൊരു വെൽ ഓർഡേഡ് സെറ്റാണ്. ഒരു പെർട്ടിക്കുലർ ഇൻറ്റിജർ മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഇൻറ്റിജേഴ്സും എടുത്തു കഴിഞ്ഞാൽ അത് വെൽ ഓർഡേഡ് ആണ്. ഓക്കെ, ഇത് ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന എസിനകത്തുള്ള ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണ്? പി ഓഫ് എൻ ട്രൂ ആവുന്ന ഇൻറ്റിജേഴ്സ്. അതിൻ്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ഒരു സബ്സെറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. നൗ ബൈ കണ്ടീഷൻ 1 ആൻഡ് 2 വി ക്യാൻ സേ ദാറ്റ് കണ്ടീഷൻ 1 പറയുന്നത് എന്താണ്? പി ഓഫ് എൻ നോട്ട് ട്രൂ ആണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനെ നമുക്ക് ഈ എസ് എന്ന് പറയുന്ന സെറ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എഴുതാം. By condition 1 n naught is true means we have n naught belongs to S. Okay, because condition 1 says that p of n naught is true. ഓക്കെ, എസിനകത്തുള്ളത് പി ഓഫ് എൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവുന്ന ഇൻറ്റിജേഴ്സ് ആണ്. ഇപ്പോൾ പി ഓഫ് എൻ നോട്ട് ട്രൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാം എൻ നോട്ട് എസിനകത്തുണ്ട്. ഓക്കെ, ഇനി കണ്ടീഷൻ 2നെ നമുക്ക് എസിൻ്റെ ടൈമിൽ എഴുതാൻ പറ്റുമോ? എങ്ങനെ എഴുതാം? ബൈ കണ്ടീഷൻ 2, ലുക്ക് അറ്റ് കണ്ടീഷൻ 2. കണ്ടീഷൻ 2 പറയുന്നത് എന്താ? ഫോർ എവറി ഇൻറ്റിജർ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട് ഇഫ് പി ഓഫ് കെ ഈസ് ട്രൂ ദെൻ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ഓൾസോ ട്രൂ. അപ്പോൾ പി ഓഫ് കെ ട്രൂ മീൻസ് കെ ബിലോങ്സ് ടു എസ്. So if k belongs to S, then k plus 1 also belongs to S. So condition 2 can be rewrite as for every integer k greater than or equal to n naught, if p of k p of k is true means if k belongs to S, then k plus 1 belongs to S. ഓക്കെ, ഇതാണ് കണ്ടീഷൻ 2 വെച്ച് നമുക്ക് എഴുതാൻ കഴിയുന്നത്. സോ എസ് എന്ന് പറയുന്ന നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിട്ടുള്ള സെറ്റ് ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഫാക്റ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ എവറി ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ എസ് എന്ന് പറയുന്ന സെറ്റിനകത്ത് എൻ നോട്ട് മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഇൻറ്റിജേഴ്സും ഉണ്ട് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, നൗ to prove the theorem we need to show that, or it is enough to show that S equal to ഏത് തന്നെയാണ്? എൻ നോട്ട് മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഇൻറ്റിജേഴ്സും. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ എഴുതാം, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് such that n greater than or equal to n naught. n naught മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഇൻറ്റിജേഴ്സും എസ്സിലുണ്ട് എന്ന് കാണിച്ചാൽ മതി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പി ഓഫ് എൻ ട്രൂ ആവുന്നത് n naught മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഇൻറ്റിജേഴ്സിനും പി ഓഫ് എൻ ട്രൂ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഫോർ ദിസ് കൺസിഡർ ദ കോംപ്ലിമെൻറ്റ് ഓഫ് എസ്. ഫോർ ദിസ് it is enough to show that S dash it is a set of all integers greater than or equal to n naught and n not in S is empty. അല്ലേ, ഈ സെറ്റ് എംറ്റി ആണെന്ന് കാണിച്ചാൽ മതി. സി, നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട്. എൻ നോട്ട് മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഇൻറ്റിജേഴ്സിനും സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് കാണിക്കണം. അതിനിപ്പോൾ എസിൻ്റെ ടൈമിൽ പറയുകയാണെങ്കിൽ ഈ എസിനകത്ത് എൻ നോട്ട് മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഇൻറ്റിജേഴ്സും ഉണ്ടെന്ന് കാണിച്ചാൽ മതി. കാരണം എസിനകത്തുള്ള ആളുകളൊക്കെ പി ഓഫ് എൻ ട്രൂ ആക്കുന്ന ഇൻറ്റിജേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഈ എസ് എന്ന് പറയുന്നത് എൻ നോട്ട് മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഇൻറ്റിജേഴ്സും ഉൾപ്പെടുന്ന സെറ്റാണ് എന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? എസിൻ്റെ റിലേറ്റീവ് കോംപ്ലിമെൻറ്റ് അഥവാ എസ് കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ഫോർ വിച്ച് ഗ്രേറ്റർ ദാൻ എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട് ആൻഡ് എൻ നോട്ട് ഇൻ എസ്. അതായത് എസ്സിൽ ഇല്ലാത്ത എൻ നോട്ടിനേക്കാളും വലിയ ഇൻറ്റിജേഴ്സ് അതിൻ്റെ കളക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലാരും ഇല്ലയെന്ന് കാണിച്ചാൽ മതി.
ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആരുമില്ലാന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എൻ നോട്ടിന് ശേഷമുള്ള എല്ലാ ഇൻറ്റിജേഴ്സും എസിനകത്ത് വരണം. ദാറ്റ് ഈസ് എ മീനിങ്. ഓക്കെ, ബിക്കോസ് ദിസ് കോംപ്ലിമെൻ്റ് ഈസ് എം ടി. അപ്പോൾ ഇത് എം ടി ആണെന്ന് കാണിക്കുന്നതോടുകൂടി നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യാൻ പറ്റും. Now, now we use the method of contradiction or method of contradiction. So assume the contrary statement. Assume that this S dash is non-empty. Okay, assume that S dash is non-empty. empty അല്ല എന്ന് assume ചെയ്യാം. അപ്പോൾ എസ് ഡാഷ് എങ്ങനെയുള്ള സെറ്റായി? ഇപ്പോൾ ഇറ്റ് ഈസ് എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് the well-ordered set of all n belongs to Z such that n greater than or equal to n naught. Now S dash is a non-empty subset of the well-ordered set set of all integers such that n greater than or equal to n naught. ഓക്കെ, ഇത് വെൽ ഓർഡേർഡ് ആണ്. ഈ സെറ്റിൻ്റെ ഒരു സബ്സെറ്റ് ആണ് എസ് ഡാഷ്. അത് എം ടി അല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. എം ടി അല്ലെങ്കിൽ ഇതിനെന്തുണ്ടാകും? ഒരു ലീസ്റ്റ് എലമെൻ്റ് ഉണ്ടാകും ബൈ വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ. Therefore S dash has a least element. Okay, has a least element in it. And we call it as L dash and let it be L dash. അതിനെ L dash എന്ന് വിളിച്ചു. അപ്പോൾ L dash ഇപ്പോൾ ആരാണ്? S ഡാഷിലെ ലീസ്റ്റ് എലമെൻ്റ് ആണ്. ഓക്കെ, നൗ വി സീ ദിസ്. നൗ L dash ബിലോങ്സ് ടു S dash. L dash S ഡാഷിലാണ് ഉള്ളത്. ഓക്കെ, എസ് ഡാഷ് ആരാ? എസ് ഡാഷ് എന്ന് പറയുമ്പോൾ എസ്സിലില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ എൽ ഡാഷ് എസ്സിലുണ്ടാവില്ല. ഓക്കെ, സോ ദിസ് സിംപ്ലൈസ് ദാറ്റ് എൽ ഡാഷ് നോട്ട് ഇൻ എസ്. ഓക്കെ, എൽ ഡാഷ് എസ്സിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡാഷിന് എന്താവാൻ പറ്റില്ല? എൻ നോട്ട് ആകാൻ പറ്റില്ല. ബിക്കോസ് എൻ നോട്ട് എസ്സിലുണ്ട്. ഓക്കെ, ബൈ അവർ കണ്ടീഷൻ 1 എൻ നോട്ട് എന്ന് പറയുന്ന ഇൻറ്റിജർ എസ്സിനകത്തുണ്ട്. അതുകൊണ്ട് എൽ ഡാഷ് എസ്സിലില്ലെങ്കിൽ പിന്നെ എൽ ഡാഷിന് എൻ നോട്ട് ആകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എൽ ഡാഷ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എൻ നോട്ട് ആയിരിക്കണം. ഓർ എൽ ഡാഷ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട് പ്ലസ് 1 ആയിരിക്കണം. ഓക്കെ, എൻ നോട്ടിനേക്കാളും സ്ട്രിക്ട്ലി ബിഗർ ആയിരിക്കണം എൽ ഡാഷ്. കാരണം എൽ ഡാഷിന് എൻ നോട്ട് ആകാൻ പറ്റില്ല. എൽ ഡാഷ് എസ് ഡാഷിലുള്ള ആൾക്കാരാണ്. എസ് ഡാഷിലുള്ള ആൾക്കാരെല്ലാം എൻ നോട്ട് മുതൽ അങ്ങോട്ടുള്ള ഇൻറ്റിജേഴ്സേ ഉണ്ടാകുള്ളൂ. അത് എസ്സിലില്ലാത്ത ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഈ എസ് ഡാഷിൻ്റെ ലീസ്റ്റ് എലമെൻ്റ് ആണ് എൽ ഡാഷ് എങ്കിൽ ആ എൽ ഡാഷ് ഉറപ്പായിട്ടും എസ്സിൽ കാണില്ല. എസ്സിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ നോട്ടിനേക്കാളും ബിഗറായിട്ടുള്ള സ്ട്രിക്ട്ലി ബിഗറായിട്ടുള്ള ഇൻറ്റിജർ തന്നെ ആയിരിക്കണം. നൗ കൺസിഡർ the integer L dash minus 1. Okay, L dash minus 1. What can you say about this L dash minus 1? This L dash minus 1 is smaller than L dash. അതുകൊണ്ട് തന്നെ അത് എസ് ഡാഷിൽ ഉണ്ടാവില്ല. സിൻസ് എൽ ഡാഷ് മൈനസ് 1 ഈസ് സ്മോളർ ദാൻ എൽ ഡാഷ്, we see that L dash minus 1 is not in S dash അല്ലേ? കാരണം എന്താണ്? എസ് ഡാഷിലെ ഏറ്റവും സ്മോളർ എലമെൻ്റ് ആണ് എൽ ഡാഷ് എന്ന് പറയുന്നത്. ബിക്കോസ് എൽ ഡാഷ് ഈസ് ദി ലീസ്റ്റ് എലമെൻറ്റ് ഇൻ എസ് ഡാഷ്. എസ് ഡാഷിലെ ഏറ്റവും ചെറിയ എലമെൻ്റ് ആണ് എൽ ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എൽ ഡാഷ് മൈനസ് 1 എസ് ഡാഷിൽ ഇല്ലെങ്കിൽ പിന്നെ അതെവിടെ ഉണ്ടാവണം? എൽ ഡാഷ് മൈനസ് 1 എന്ന് പറയുന്നത് എവിടെ ഉണ്ടാകണം? ഇറ്റ് ഷുഡ് ബിലോങ്സ് ടു എസ്സിനകത്ത് ഉണ്ടാവണം. കാരണം എസ് ഡാഷിൽ ഇല്ലാത്ത ആൾക്കാർ എവിടെ കാണാൻ പറ്റും? എസ്സിൽ കാണാൻ പറ്റും. എസ് ഡാഷിൽ ഇല്ലാത്ത എൻ നോട്ടിനേക്കാളും വലിയ ആൾക്കാരെ എല്ലാം, എൻ നോട്ട് മുതൽ അങ്ങോട്ടുള്ള ഇൻറ്റിജേഴ്സിനെ എല്ലാം നമുക്ക് എസ്സിൽ കാണാൻ പറ്റും. ബിക്കോസ് എസ് ഡാഷ് ഈസ് എ കോംപ്ലിമെൻറ്റ് ഓഫ് എസ്. അപ്പോൾ എസ് ഡാഷ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഉറപ്പായിട്ടും എസ്സിൽ ഉണ്ടാകണം. നോക്കൂ, എൽ ഡാഷ് മൈനസ് 1 എന്ന് പറയുന്നത് എൻ നോട്ട് മുതൽ അങ്ങോട്ടുള്ള ഇൻറ്റിജർ തന്നെയാണ്. കാരണം എൽ ഡാഷ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട് പ്ലസ് 1 ആണ്. അപ്പോൾ എൽ ഡാഷ് മൈനസ് 1 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട്. ഓക്കെ, അപ്പോൾ എൽ ഡാഷ് മൈനസ് 1 എന്ന് പറയുന്ന ആൾ എസ് ഡാഷിൽ ഇല്ലെങ്കിൽ അയാൾ പിന്നെ എവിടെ ഉണ്ടാവണം? എസ്സിനകത്തുണ്ടാവണം. പക്ഷേ എസ്സിനൊരു പ്രത്യേകതയുണ്ട്. എസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 കണ്ടീഷനുണ്ട്. ഒരു കണ്ടീഷൻ എൻ നോട്ട് ബിലോങ്സ് ടു എസ്. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കൂ,
n0 മുതൽ അങ്ങോട്ടുള്ള ഒരു ഇൻറ്റിജർ എസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ഇൻറ്റിജറും എസ്സിനകത്തുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എൽ ഡാഷ് മൈനസ് വൺ എസ്സിലുണ്ട്. അപ്പോൾ എസ്സിൻ്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടി അനുസരിച്ച് എൽ ഡാഷ് മൈനസ് വണ്ണിൻ്റെ തൊട്ടടുത്ത ഇൻറ്റിജറും എസ്സിനകത്ത് തന്നെ ഉണ്ടാകണം. ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് എൽ ഡാഷ് മൈനസ് വണ്ണിനോട് കൂടി വൺ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻറ്റിജറും എവിടെ തന്നെ ഉണ്ടാവണം, എസ്സിനകത്ത് ഉണ്ടാവണം. ദിസ് ഇസ് ബൈ യൂസിങ് കണ്ടീഷൻ 2 ഓഫ് എസ് എന്ന് പറയുന്ന സെറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനിലെ രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. പക്ഷേ എൽ ഡാഷ് മൈനസ് വൺ പ്ലസ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൽ ഡാഷ്. സോ വി ഹാവ് എൽ ഡാഷ് ബിലോങ്സ് ടു എസ്. അപ്പോൾ നോക്കൂ, ഈ എൽ ഡാഷ് എസ്സിലുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. പക്ഷേ എൽ ഡാഷ് എസ്സിലുണ്ടോ? ആക്ച്വലി ഇല്ല. എൽ ഡാഷ് എസ്സിലില്ല എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എൽ ഡാഷിന് എസ്സിലുണ്ടാകാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയത് എൽ ഡാഷ് എസ്സിലുണ്ടാകുമെന്ന്. സോ ദിസ് ഇസ് ദ റിക്വയർഡ് കോൺട്രഡിക്ഷൻ. സോ ദിസ് കോൺട്രഡിക്ഷൻ പ്രൂവ്സ് ദാറ്റ് അവർ അസംഷൻ ഈസ് റോങ് and hence we have established the theorem. So thus we get the contradiction L dash belongs to S and L dash belongs to S dash. This contradiction proves that S dash is empty. Okay, കാരണം നമുക്ക് എസ് ഡാഷ് എം ടി എല്ലാം അസ്യൂം ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു കോൺട്രഡിക്ഷൻ ആണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ അസംഷൻ തെറ്റാണെന്നുള്ളതാണ്. അതായത് എസ് ഡാഷ് എം ടി അല്ല എന്നുള്ള അസംഷൻ തെറ്റാണ്, അഥവാ എസ് ഡാഷ് എം ടി ആയിരിക്കണം. ഓക്കെ, means S dash empty ആണെങ്കിൽ S will be equal to set of all integers for which n greater than or equal to n0 മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഇൻറ്റിജേഴ്സും എസ്സിനകത്ത് തന്നെ ഉണ്ടാകും, ഒന്നും പുറത്തുണ്ടാവില്ല. ദിസ് മീൻസ് എസ്സിനകത്തുള്ള ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് പി ഓഫ് എൻ ട്രൂ ആവുന്ന ഇൻറ്റിജേഴ്സ് ആണ്. സോ ദിസ് മീൻസ് ദാറ്റ് പി ഓഫ് എൻ ഇസ് ട്രൂ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0. Hence the principle of mathematical induction is proved. ഓക്കെ, സോ ദിസ് ഇസ് ദ വീക്കർ വേർഷൻ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഈ വീക്കർ വേർഷൻ തന്നെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഇതിൻ്റെ സ്ട്രോങ് വേർഷൻ എന്ന് നമുക്ക് നോക്കാം. സ്ട്രോങ് വേർഷൻ ഓഫ് ഓർ സെക്കൻഡ് ഫോം ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. See the strong version or second form of mathematical induction. Let P of n be a statement satisfying the following conditions where n is an integer. Condition 1, P of n0 is true for some integer n0. Condition 2, for every integer k greater than or equal to n0. If P of n0, P of n0 plus 1, etc. and P of k are true, then P of k plus 1 is also true. Then P of n is true for every integer n greater than or equal to n0. അപ്പോൾ ഫസ്റ്റ് ഫോം അഥവാ വീക്കർ ഫോമിൽ നിന്ന് എന്താണ് ഇവിടെ ഉള്ള വ്യത്യാസം, ഈ സ്റ്റേറ്റ്മെൻറ്റിലുള്ള വ്യത്യാസം? ആദ്യത്തെ കണ്ടീഷൻ അത് തന്നെയാണ്, വീക്കർ ഫോമിൽ പറയുന്നത് തന്നെയാണ്. രണ്ടാമത്തെ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസിലാണ് ചെറിയൊരു വ്യത്യാസം കാണുന്നത്. അതായത് വീക്ക് വേർഷനിൽ ഇവിടെ ഫോർ എവരി ഇൻറ്റിജർ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0 ഇഫ് പി ഓഫ് കെ ഈസ് ട്രൂ ദെൻ പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ഓൾസോ ട്രൂ എന്നായിരുന്നു. അതായത് പി ഓഫ് കെ പ്ലസ് വണ്ണിൻ്റെ ട്രൂത്ത്നെസ് പറയാൻ നമുക്ക് അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഇൻറ്റിജറിൻ്റെ വാല്യൂ ട്രൂ ആയാൽ മതി. പി ഓഫ് കെക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയാൽ മതി. പക്ഷേ ഇവിടെ നമ്മൾ എന്തുകൂടെ കൺസിഡർ ചെയ്യുന്നു? പി ഓഫ് കെ മാത്രമല്ല, അതുവരെയുള്ള, അതായത് കെ വരെയുള്ള സ്റ്റാർട്ടിംഗ് പോയിൻ്റ് n0 നിന്ന് തുടങ്ങി കെ വരെയുള്ള വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ പി ഓഫ് കെ പ്ലസ് വണ്ണും ട്രൂ ആണ്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇൻഡക്ഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് വീക്കർ വേർഷനിൽ നമുക്ക് ഒരു കേസ് മാത്രം എടുത്താൽ മതിയായിരുന്നു. ഇവിടെ പക്ഷേ എന്തുകൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്? കെ വരെയുള്ള, അപ് ടു കെ വരെയുള്ള, ഇൻക്ലൂഡിങ് കെ വരെയുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വാലിഡിറ്റി, ട്രൂത്ത്നെസ് ഉണ്ടെങ്കിൽ പി ഓഫ് കെ പ്ലസ് വണ്ണും ട്രൂ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ സ്ട്രോങ് വേർഷൻ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് വീക്ക് വേർഷൻ വെച്ചുകൊണ്ട് തന്നെയാണ്. അതിൻ്റെ പ്രൂഫിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കെ വരെയുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വാലിഡിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കെയിലുള്ള വാലിഡിറ്റി ഓട്ടോമാറ്റിക്കലി നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, ചില സിറ്റുവേഷനിൽ ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് n0 അല്ലെങ്കിൽ ഒരു ബേസ് കേസ് മാത്രം പോരാതെ വന്നേക്കാം. അതിൻ്റെ വാലിഡിറ്റി പ്രൂവ് ചെയ്യാൻ ചിലപ്പോൾ ഈ സിറ്റുവേഷൻ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് ഒരു പെർട്ടിക്കുലർ നമ്പർ വരെയുള്ള, ഒരു ആർബിട്രറി നമ്പർ വരെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ട്രൂ ആണ് എന്ന് അസ്യൂം ചെയ്തിട്ട് വേണ്ടി വരും തൊട്ടടുത്ത ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ തൊട്ടടുത്ത ഇൻറ്റിജറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് എന്ന് കാണിക്കേണ്ടത്. ഓക്കെ, സോ സ്ട്രോങ് വെർഷൻ പ്രൂവ് ചെയ്യുന്നത് നമുക്ക് വീക്കർ വെർഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ, അഥവാ ഈ സ്ട്രോങ് വെർഷൻ ഈസ് ഇക്വലൻ ടു വീക്കർ വെർഷൻ എന്നുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റും. സോ ഫോർ ദ പ്രൂഫ് ഐ യൂസ് വീക്ക് വെർഷൻ.
So we are given that P of n satisfies the following conditions. Condition 1, P of n naught is true. Condition 2, for every integer k greater than or equal to n naught, if P of n naught, P of n naught plus 1, etc. P of k are true, then P of k plus 1 is also true. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രൊപ്പോസിഷനാണ് പി ഓഫ് എൻ എന്ന് പറയുന്നത്. വി വാണ്ട് ടു ഷോ ദാറ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ എവറി ഇൻറ്റിജർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ naught. Okay, so for this I consider the statement. Consider the statement. Consider the statement R of n is P of m is true for every integers n naught less than or equal to m less than or equal to n. അതായത് ആർ ഓഫ് എൻ എന്ന് പറയുന്ന ഒരു പുതിയ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഉണ്ടാക്കിയിരിക്കുകയാണ് പി ഓഫ് എം ഉപയോഗിച്ചുകൊണ്ട്. എന്താണ് ആർ ഓഫ് എൻ പറയുന്നത്? പി ഓഫ് എം ഈസ് ട്രൂ. പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് എൻ നോട്ട് മുതൽ എൻ വരെയുള്ള ഇൻറ്റിജേഴ്സിന്. അപ്പോൾ ആർ ഓഫ് എൻ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പി ഓഫ് എൻ നോട്ട് ഈസ് ട്രൂ. ഓക്കെ, ആർ ഓഫ് എൻ നോട്ടിനേക്കാൾ ശേഷമുള്ള ഒരു ഇൻറ്റിജർ എടുക്കുക. സി ഫോർ എക്സാമ്പിൾ എൻ നോട്ട് 1 ആണെന്നും എൻ 2 ആണ്, ഒരു എൻ 3 ആണെന്നും കരുതുക. അപ്പോൾ എന്താണ് ഇതിൻ്റെ മീനിങ്? ആർ ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ആർ ഓഫ് 3 മീൻസ് പി ഓഫ് എം ഈസ് ട്രൂ ഫോർ ഇൻറ്റിജേഴ്സ് അപ് ടു 3. മീൻസ് പി ഓഫ് 1 ഈസ് ട്രൂ, പി ഓഫ് 2 ഈസ് ട്രൂ, പി ഓഫ് 3 ഈസ് ട്രൂ. ഓക്കെ, ഇതാണ് ആർ ഓഫ് എൻ എന്ന് പറയുന്നത്. ഓക്കെ, then we see that R of n naught is true. Then R of n naught is true. Why this? Because we already given that by condition 1 P of n naught is true. P of n naught true ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? R of n naught true ആണെന്നല്ലേ. R of n naught എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? P of n naught is true for every integers n naught less than or equal to m less than or equal to n naught തന്നെ പറയും. അതായത് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും R of n naught എന്ന് പറയുന്നത് ട്രൂ ആണ്. Now assume that R of k is true. Okay, R of k is true. R of k is true for an arbitrary integer greater than or equal to n naught. ഓക്കെ, ദിസ് മീൻസ് വാട്ട്? ആർ ഓഫ് കെ ട്രൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എൻ നോട്ട് മുതൽ കെ വരെയുള്ള ഇൻറ്റിജേഴ്സിന് പി ട്രൂ ആണെന്നാണ് അർത്ഥം. ഓക്കെ, അതായത് കെ വരെയുള്ള ഇൻറ്റിജേഴ്സിന് പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ആർ ഓഫ് എൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് പി എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ ട്രൂ ആകും ഏതുവരെ? എൻ വരെയുള്ള ഇൻറ്റിജേഴ്സിന്. അതാണ് ആർ ഓഫ് എൻ. അപ്പോൾ ആർ ഓഫ് കെ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? പി ഓഫ് എൻ നോട്ട് P of n naught plus 1, etc., P of k. These are true. Okay, ഇതാണ് പറയുന്നത്. Okay, these are true. Means P of n is true for every integers from n naught to k. n naught മുതൽ k വരെയുള്ള ഇൻറ്റിജേഴ്സിന് ഈ P എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അതാണ് ആർ ഓഫ് കെ ട്രൂ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം. പക്ഷേ നമ്മുടെ അസംഷൻ പ്രകാരം ഇത് ട്രൂ ആണെങ്കിൽ നമുക്ക് പറയാം, എന്ത് പറയാം? P of k plus 1 ട്രൂ ആണെന്ന് പറയാം. കണ്ടീഷൻ 2 പറയുന്നത് അതല്ലേ. ഇഫ് P of n naught plus 1 etc. P of k are true, then P of k plus 1 is also true എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് P of n naught plus 1 etc. P of k are true എന്നുണ്ട്. So this implies that P of k plus 1 is true. Okay, P of k plus 1 is true. So this is by using condition 2. Okay, by using condition 2. കണ്ടീഷൻ 1 കണ്ടീഷൻ 2 നമുക്കറിയാവുന്ന കണ്ടീഷൻസ് ആണ്. അപ്പോൾ അതിൽ രണ്ടാമത്തെ കണ്ടീഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് P of k plus 1 ട്രൂ ആണെന്ന് കിട്ടും. നൗ നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തു R of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. R of k is true ആൻഡ് P of k plus 1 is true അല്ലേ. R of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്തും കൂടെ കിട്ടുന്നുണ്ട്? P of k plus 1 ട്രൂ ആണെന്ന് കൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടും ട്രൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? R of k is true and P of k plus 1 is true means P of n naught മുതൽ P of k plus 1 വരെയുള്ള P of k plus 1 വരെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ട്രൂ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് P of n naught plus 1 etc. P of k, P of k plus 1. Okay, these are all true. ഇതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ആർ ഓഫ് കെ ട്രൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് കെ വരെയുള്ള ഇത്രയും ആളുകൾ ട്രൂ ആണ്, കൂടെ ആരും കൂടെ P of k plus 1 കൂടെ. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇൻ ടേംസ് ഓഫ് ആർ എൻ ദിസ് ഇസ്
precisely saying that r of k plus 1 is true. Okay, റൈറ്റ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ നമ്മൾ കാണിച്ചേ, ആർ ഓഫ് എൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഇപ്പം നമുക്ക് പറയാവുന്നത് ആർ ഓഫ് എൻ നോട്ട് ട്രൂ ആണെന്ന് പറയാം. രണ്ടാമത്തെ കണ്ടീഷൻ, വെൻ എവർ ആർ ഓഫ് കെ ഈസ് ട്രൂ ദെൻ ആർ ഓഫ് കെ പ്ലസ് വൺ ഈസ് ട്രൂ. ഓക്കെ ഓക്കെ, so thus we get that r of n is a statement satisfying the conditions. Condition number 1, r of n naught is true. Condition 2, for every integer k greater than or equal to n naught, if r of k is true then r of k plus 1 is also true. ഓക്കെ, അതായത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ വീക്ക് വേർഷനിൽ പരാമർശിച്ചിട്ടുള്ള രണ്ട് കണ്ടീഷൻസ് ആണ് ഇത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ വീക്ക് വേർഷൻ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വി ക്യാൻ സേ ദാറ്റ് ആർ ഓഫ് എൻ ഈസ് ട്രൂ ഫോർ എവറി ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n naught. Okay, so therefore by weak version of mathematical induction we have r of n is true for every integers n greater than or equal to n naught. That means what? That is p of n is true. P of n is true for every integer n greater than or equal to n naught. അല്ലേ? കാരണം എന്താ, ആർ ഓഫ് എൻ ട്രൂ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് എൻ നോട്ട് മുതൽ എൻ വരെയുള്ള പി ഓഫ് എൻ വരെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ട്രൂ ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, അത് എല്ലാ ഇൻറ്റിജറിനും എന്നോട്ടിന് ശേഷമുള്ള എല്ലാ ഇൻറ്റിജറിനും ട്രൂ ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ എവരി ഇൻറ്റിജർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട്. സോ ദ സ്ട്രോങ് വേർഷൻ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഈസ് ഓൾസോ പ്രൂവ്ഡ്. ഓക്കെ, അപ്പോൾ വീക്ക് വേർഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രോങ് വേർഷനും പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നത് മിക്കവാറും വീക്ക് വേർഷൻ തന്നെയായിരിക്കും. ചില സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് സ്ട്രോങ് വേർഷൻ അപ്ലൈ ചെയ്യേണ്ടി വന്നേക്കാം. സ്ട്രോങ് വേർഷനും വീക്ക് വേർഷനും തമ്മിലുള്ള വ്യത്യാസം ഈ ഇൻഡക്ഷൻ സ്റ്റെപ്പിലാണ്. ഇൻഡക്ഷൻ സ്റ്റെപ്പിൽ അതിൽ സ്ട്രോങ് വെർഷനിൽ നമുക്ക് കുറച്ചും കൂടെ ബേസ് വാല്യൂസ് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. പക്ഷേ വീക്ക് വെർഷനിൽ നമ്മൾ ബ്രിഡ്ജിങ്ങിന് വേണ്ടിയിട്ട് ആർബിട്രറി ആയിട്ടുള്ള ഒരു സ്റ്റേജ് എടുക്കുന്നുള്ളൂ, അതിൻ്റെ തൊട്ടടുത്ത സ്റ്റേജിലെ ട്രൂത്ത്നെസ് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ സ്ട്രോങ് വെർഷനിൽ പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണ് എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള അതുവരെയുള്ള, അതായത് ബേസ് സ്റ്റെപ്പ് മുതൽ അതുവരെയുള്ള കെ വരെ, അതിന് തൊട്ട് മുമ്പ് വരെയുള്ള ഇൻറ്റിജേഴ്സിലുള്ള വാല്യൂസ് അത് ട്രൂ ആണെന്നുള്ള അസംഷൻ അവിടെ കൊടുക്കുന്നുണ്ടെന്ന് മാത്രം. പക്ഷേ ഇതിനെ നമുക്ക് പ്രൂവ് ചെയ്യുന്നത് വീക്ക് വെർഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ സ്ട്രോങ് വെർഷനും വീക്ക് വെർഷനും എന്ന് ഡിസ്റ്റിങ്ക്റ്റ് ചെയ്ത് പറയേണ്ട കാര്യം ഉണ്ടാവില്ല. ജസ്റ്റ് സേ ദാറ്റ് ബൈ യൂസിങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, ദാറ്റ് മീൻസ് വി ആർ യൂസിങ് ഈതർ ദി ഫസ്റ്റ് വെർഷൻ ഓർ സെക്കൻഡ് വെർഷൻ ഓർ സ്ട്രോങ് വെർഷൻ ഓർ വീക്ക് വെർഷൻ. ഏതാണെങ്കിലും രണ്ടിനെയും കളക്റ്റീവായിട്ട് നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് തന്നെ പറയാം. ഓക്കെ, അത് പ്രോബ്ലത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ബേസ് വാല്യൂ ഒരെണ്ണം ഉപയോഗിച്ചാൽ മതിയോ അതോ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് അതുവരെയുള്ള വാല്യൂസ് മുഴുവൻ ഉപയോഗിക്കണോ എന്നൊക്കെ ഉള്ളത് പ്രോബ്ലം നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു റിസൾട്ട് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഈ പറയപ്പെട്ട സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാം. ഈ 3 സ്റ്റെപ്പുകൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവും മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി ഒരു റിസൾട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്. ആദ്യത്തെ സ്റ്റെപ്പ് ബേസിസ് സ്റ്റെപ്പ് എന്ന് പറയാം. Means we are verifying the validity of the result for a base value, say n naught എന്ന് പറയുന്ന ഒരു ഇൻറ്റിജറിന് റിസൾട്ട് ട്രൂ ആണ് എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യുന്നു. ആ വെരിഫിക്കേഷൻ സ്റ്റേജ് വെരിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് തെറ്റാണെന്നോ ശരിയാണെന്നോ നമ്മൾ പറയുന്നില്ല, പക്ഷേ അതിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രൂഫ് ടെക്നിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സ്റ്റെപ്പ് 2ഉം സ്റ്റെപ്പ് 3യും ഇൻഡക്ഷൻ സ്റ്റെപ്പാണ്. ദിസ് ഇസ് നോൺ ആസ് ഇൻഡക്ഷൻ സ്റ്റെപ്പ്. ഇൻഡക്ഷൻ സ്റ്റെപ്പ് നമുക്ക് ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റെപ്പിനെ കളക്റ്റീവായിട്ട് പറയാം. ഇൻഡക്ഷൻ സ്റ്റെപ്പിൽ 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് ഒരു ഹൈപ്പോത്തസിസ് സ്റ്റെപ്പ്, ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്, അതായത് വി ആർ അസ്യൂമിങ് ദാറ്റ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ആൻ ആർബിട്രറി കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട്. എൻ നോട്ടിന് ശേഷമുള്ള ഒരു ഇൻറ്റിജറിന്, ആർബിട്രറി ആയിട്ടുള്ള ഒരു ഇൻറ്റിജറിന് ട്രൂ ആണെന്നുള്ള അസംഷൻ ചെയ്തുകൊണ്ട്, ആ അസംഷന് ബേസ് ചെയ്തുകൊണ്ട് വി വിൽ ചെക്ക് വെദർ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ കെ പ്ലസ് വൺ. കെ പ്ലസ് വണ്ണിന് റിസൾട്ട് ട്രൂ ആണോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യും. കെ പ്ലസ് വണ്ണിന് ട്രൂ ആണെന്ന് വെരിഫൈ ചെയ്യാൻ പറ്റിയാൽ, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയാൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രകാരം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എവറി ഇൻറ്റിജർ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട് എന്ന്. ഓക്കെ, അപ്പോൾ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് ആണ് നല്ലപോലെ ശ്രദ്ധിക്കേണ്ടത്.
ഇതിൽ ഏതെങ്കിലും സ്റ്റെപ്പ് 1 അല്ലെങ്കിൽ സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടുത്തെ കൺക്ലൂഷൻ. ഓക്കെ, ഈ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് മെയ്ഡ് ചെയ്തുകൊണ്ടാണ് അവിടെ വെരിഫിക്കേഷൻ നടത്തുന്നത്. കാരണം ഇൻഡക്ഷൻ്റെ വീക്ക് വേർഷൻ പറയുന്നത് എന്താ നോക്കൂ, വീക്ക് വേർഷൻ പറയുന്നത് പി ഓഫ് എൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ട്രൂ ഫോർ എവരി ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഈ രണ്ട് കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ പ്രപ്പോസിഷൻ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ കണ്ടീഷൻ വെരിഫിക്കേഷനാണ്. പി ഓഫ് എൻ നോട്ട് ട്രൂ ആണോ എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യണം. അതാണ് ബേസിസ് സ്റ്റെപ്പ് നമ്മുടെ കമ്പ്യൂട്ടേഷനിൽ. ഓക്കെ, രണ്ടാമത്തേത് നോക്കൂ, ഇഫ് പി ഓഫ് കെ ഈസ് ട്രൂ ഫോർ ആൻ ആർബിട്രറി ഇൻറ്റിജർ ദെൻ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ഓൾസോ ട്രൂ. ഇത് പി ഓഫ് എൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനാണോ എന്ന് നമ്മളെങ്ങനെ വെരിഫൈ ചെയ്യുക അതായത് എൻ നോട്ടിന് ശേഷമുള്ള ഒരു ഇൻറ്റിജറിന് ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് കെ പ്ലസ് 1 ട്രൂ ആണോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അതാണ് നമ്മൾ ആ സ്റ്റെപ്പിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതും. ഓക്കെ, അപ്പോൾ ഇൻഡക്ഷൻ സ്റ്റെപ്പിൽ ഒരു ആർബിട്രറി ഇൻറ്റിജറിനെ അസ്യൂം ചെയ്തുകൊണ്ട് തൊട്ടടുത്ത ഇൻറ്റിജറിന് അത് ശരിയാകുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അങ്ങനെ ശരിയായി വന്നു കഴിഞ്ഞാൽ പി ഓഫ് എൻ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറയാം. രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അനുസരിച്ച് ദ സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി ട്രൂ ഫോർ എവരി ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ 3 സ്റ്റെപ്പുകളാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഓക്കെ, അടുത്ത സെഗ്മെൻറ്റിൽ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് കാണിക്കാം. ഓക്കെ, താങ്ക് യു.